ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പിസയുടെ റെസിപ്പി ആയിട്ടാണ്. പാനിലാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. ഓവനൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പിസയുടെ ബേസ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ പാൻ കേക്ക് പോലെ ചെയ്തിട്ടാണ് പിസയുടെ ബേസ് തയ്യാറാക്കുന്നത്. അതിലേക്കായി 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പിന് ആവശ്യമായിട്ട് ഉപ്പിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പിസ്സ ബേസിന് മധുരം വേണ്ട എന്നുള്ളതാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. എന്നിട്ട് ഇത് നമുക്ക് ഈ എല്ലാ വെറ്റ് ഇൻഗ്രീഡിയൻസും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ആവും. അതിനുശേഷം നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മെൽറ്റായ ബട്ടറാണ് ചേർക്കുന്നത്. തണുത്ത ബട്ടർ ചേർക്കാൻ പാടില്ല. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ 1 ടേബിൾ സ്പൂൺ ചേർത്തു. പിന്നെ 1 ടീസ്പൂണോളം വനില എസൻസ് ചേർക്കുന്നുണ്ട്. അത് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിലേക്ക് ഞാൻ മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെയൊക്കെ മണം ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 മുട്ടയും കൂടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇത് ഞാനൊരു 5 ചെറിയ പിസ്സ തയ്യാറാക്കാനുള്ള അളവാണ്. പിന്നെ 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ടാണ് ബാറ്റർ തയ്യാറാക്കുന്നത്. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പിസ്സ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവെല്ലാം കൂട്ടാം കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ നന്നായി ഇളക്കി ബാറ്റർ നന്നായി തയ്യാറായിട്ടുണ്ട്. പൊടികളൊന്നും കട്ട പിടിക്കാതെ തന്നെ നല്ല ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കാം പിസ്സയുടെ ബേസിനായിട്ട്. അതിന് ഞാനിവിടെ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായി വെന്തിട്ടുണ്ടാവും. കൂടുതൽ ടൈമൊന്നും വേണ്ട. ഇപ്പോൾ 1 മിനിറ്റോളം ആവുന്നുണ്ട്. ഇതാ ചെറിയ ചെറിയ ഹോൾസ് പോലെയൊക്കെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് തുറന്നിട്ട് എടുക്കാം. അതിൻ്റെ താഴ്ഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ടാവും. ഒരു ഗോൾഡൻ കളറിലായിട്ടുണ്ടാവും. കരിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇതാ നല്ല തയ്യാറായിട്ടുണ്ട് പിസ്സ ബേസ്. ഇങ്ങനെ നമുക്ക് എല്ലാ പിസ്സ ബേസും ചുട്ടെടുക്കാം. ഞാൻ ഈ അളവിൽ 5 എണ്ണം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ എല്ലാ പിസ്സ ബേസിനായിട്ടുള്ള എല്ലാ പാൻ കേക്കുകളും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിങ്സ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു വലിയ ഉള്ളി ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ടൊമാറ്റോയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ സോസാണ്, ടൊമാറ്റോ കെച്ചപ്പ്. ഇനി നിങ്ങൾക്ക് പിസ്സ സോസ് ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിങ്സ് തയ്യാറാക്കാം. നേരത്തെ തയ്യാറാക്കിയ പിസ്സ ബേസിലേക്ക് ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക, അളവൊക്കെ. അതിനുശേഷം മൊസറല്ല ചീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ചിക്കൻ എടുക്കുന്നില്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമാണെങ്കിൽ വെജിറ്റബിൾസ് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അതുപോലെ ബെൽ പെപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ ഓണിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഉള്ളി ചെറുതായി ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ക്യാപ്സിക്കാണ് വെക്കുന്നത്. ക്യാപ്സിക്കം ചെയ്തതിന് ശേഷം തക്കാളി കട്ട് ചെയ്തത്, ഉള്ളിലത്തെ കുരുവൊക്കെ വെച്ചത് കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം വെറുതെ ഒരു സ്റ്റൈലിനായിട്ട് വെച്ചതാണ്. പിന്നെ ഒന്നുകൂടി മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ നല്ല പിസ്സയുടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ വെച്ചൊന്ന് ചൂടായിക്കൊടുക്കും. ഇതും 1 മിനിറ്റോളം തന്നെ വെക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചീസൊക്കെ മെൽട്ടായിട്ട് വരും. വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഓഫ് ചെയ്തെടുക്കാം. അധികം വെച്ചാൽ അതിൻ്റെ അടിയൊക്കെ കരിഞ്ഞു പോവും. ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള പാൻ പിസ്സ റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റുള്ള പിസ്സയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. ഇപ്പോൾ ഇതാ എൻ്റെ പിസ്സയുടെ ചീസൊക്കെ മെൽട്ടായിട്ട് വരുന്നത് കാണാം. ഇപ്പം ഞാനിത് ഓഫാക്കുകയാണ്. പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.